ഉണ്ട്. അപ്പൊ കൺമണിട്ട് 2-3 ചോദ്യം ചോദിക്കാം. കൺമണി പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. ചോദിക്കട്ടെ? ഓക്കെ. കൺമണി പറഞ്ഞില്ലേ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഏത് ആർഗനാണ്? എത്ര ലങ്സ് ഉണ്ട്? എവിടെയാണ്? ഓക്കെ. ഇപ്പൊ കൺമണി പറഞ്ഞത് ലങ്സ് റിലേറ്റഡ് ടു ബ്രീത്തിങ്. ഓക്കെ. അപ്പൊ ബ്രീത്തിങ്ങില് 2 പ്രോസസ് ഉണ്ട്. ഓക്കെ. അത് എന്താണ്? ഇൻഹേലിന് എന്താണ്? ഓക്സിജൻ അകത്തോട്ട് എടുക്കുന്നത്. എക്സേലിന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് ആക്കുന്നത്. ഓക്കെ. അപ്പൊ കൺമണിക്ക് അറിയാം ഈ പ്രോസസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് சொல்லுவாங்க. ഓക്കെ. அதுக்கு பேரு தான் ரெஸ்பிரேஷன். ஓகே. அப்ப ഈ പ്രോസസ് நம்ம சுவாசம் பிரீத் இன். ஓகே. நம்ம சுவாசம் எடுக்கிற சமயத்துல நம்ம வயிறு வந்து புறத்தோட்டு சாடணும். பிரீத் இன். ஓகே. நம்ம பிரீத் அவுட் புறத்தோட்டு ஆக்குற சமயத்துல வயிறு வந்து அகத்தோட்டு போகணும். ஓகே. ஒரு எக்ஸாம்பிள் பாரு. മനസ്സിലായ? ഇതാണ് കറക്റ്റാണ് പ്രോസസ്. മാറി വന്നെങ്കിൽ അസുഖം ഉണ്ടെന്ന് അർത്ഥം. ഉണ്ട്. ഇപ്പൊ കൺമണി കയ്യിൽ എന്തോന്നും ഉണ്ട്? അയ്യട്. ഓക്കെ. കൺമണി ജസ്റ്റ് എയർ ഫിൽ ആക്ക്. ഇപ്പൊ എയർ ഫിൽ ആയ. അപ്പൊ ഇത് வந்து ബ്രീത്ത് ഇൻ സമയத்துல വയറ് ചാടിയാ? ഓക്കെ. ഇപ്പൊ റിലീസ് பண்ண എയർ വയറ് അകത്തോട്ട് പോയാ? ബ്രീത്ത് ഔട്ട്. ഇപ്പൊ മനസ്സിലായ? അപ്പൊ വയറ് അസുഖം ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാതെ സിമ്പിൾ ടെക്നിക് ഉണ്ട്. ആക്ച്വലി നമ്മ പണ്ടത്തെ ആൾക്ക് രാവിലെ എഴുന്നിച്ചിട്ട് ഫസ്റ്റ് வந்து கையை நோக்கும். ஓகே. இந்த கை எப்படின்னா இந்த இങ്ങനെ നോക്കും. ஓகே. இந்த கையை നോക്കുന്ന സമയத்துல നമുക്ക് இந்த நடு ஒரு ரேகை உண்டுல ஒரு லைன். ഈ ലൈനെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കണം. ഓക്കെ. ഈ ലൈനെ കറക്റ്റാ വെക്കുന്ന സമയத்துல நம்ம ചെറിയ വിരലിലുള്ള 3 വിരലും കറക്റ്റാ ഇരിക്കണം. കറക്റ്റാ ഉണ്ടെങ്കിൽ അസുഖം ഇല്ല. സപ്പോസ് നമുക്കിപ്പോ വയറുവേദന സമയത്തിൽ കറക്റ്റാ വെച്ചാൽ കൈ നീണ്ടിരുന്നു. അപ്പൊ അച്ഛനൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. മനസ്സിലായോ? ഏതാ ചെറിയ ട്രബിൾ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് இந்த 3 ലൈൻ കറക്റ്റാ ഉണ്ടെങ്കിൽ ഒരു അസുഖം ഇല്ല. അത് പണ്ടത്തെ ആൾക്ക് ഇത് വെച്ച് വയറ് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ച്. ഉണ്ട്. അത് നോർമൽ ആയിട്ട് എക്സസൈസ്னா இப்ப கபால்பதின்னு ஒரு எக்ஸசைஸ் உண்டு. ஓகே. அது என்னன்னா நம்ம நல்லா ஸ்ட்ரைட்டா சேர்ல இருந்துட்டு இந்த இத செஞ்சா நம்ம செட் ஆகும். ஓகே. அதுக்கு அப்புறம் யோகா அறியால கண்ணுசுக்கு யோகால வந்து வஜ்ராசனம் சொல்லிட்டு காலை மடக்கி இருக்குனா சுத்த வஜ்ராசனம் சொல்லிட்டு 2 ஆசனம் செஞ்சாலும் நல்ல எஃபெக்டிவா வயிறு வேதனை எல்லாம் போகும். சில பேருக்கு இப்போ லைக் ஆகாரம் கழிச்சு கொச்சு குட்டிக்குன்னா வயிறு வேதனைக்கும். குட்டிகளுக்குன்னா நல்ல எள்ளெண்ணெய் இருக்குல்ல நம்ம குக்கிங் ஆயில் எள்ளெண்ணெய் அதை எடுத்து வயிறுல தடவினாலும் வயிறு அசுகம் போகும். அப்ப അങ്ങനെ நம்ம മാറ്റി എടുക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ ഇൻഹേലും